നമസ്കാരം. അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കുവൈറ്റിലെ മംഗഫിലുണ്ടായ തീപിടുത്തത്തിൻ്റെ ഞെട്ടലിലാണ് പ്രവാസ ലോകവും നാടും. നിലച്ചിരിക്കാതെ വന്ന ദുരന്തത്തിൽ പൊലിഞ്ഞത് 49 ജീവനുകളാണ്. ഇതിൽ തന്നെ 24 മലയാളികൾക്കാണ് ജീവൻ നഷ്ടമായത്. ആ കെട്ടിടത്തിൻ്റെ താഴെ നിന്ന് വന്ന ഒരു തീപ്പൊരി നഷ്ടപ്പെടുത്തിയത് നിരവധി പ്രവാസികളുടെ സ്വപ്നങ്ങളാണ്, പ്രതീക്ഷകളാണ്. ജൂൺ 12 മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ കണ്ണും കാതും തുറന്നുവെച്ച് കുവൈറ്റിൽ നിന്നുള്ള വാർത്തയ്ക്കായി പ്രാർത്ഥനയോടെ കാത്തിരുന്ന ദിനം. ഒരുപാട് പ്രതീക്ഷകൾ കരിഞ്ഞമർന്ന മനുഷ്യ മനസാക്ഷിയെ പിടിച്ചുലച്ച ദാരുണമായ അപകടം വിതച്ച തേങ്ങലുകളായിരുന്നു എങ്ങും. കുവൈറ്റിലെ മംഗഫിൽ തൊഴിലാളികളുടെ പാർപ്പിയ സമുച്ചയത്തിൽ ജൂൺ 12 അതിരാവിലെ ഉണ്ടായ അപകട വിവരം പുറത്തു വരുമ്പോൾ ആദ്യ മണിക്കൂറുകളിൽ അപകടത്തിന്റെ വ്യാപ്തി ആരും അറിഞ്ഞിരുന്നില്ല. എന്നാൽ അപകടത്തിന്റെ വ്യക്തമായ ചിത്രം പുറത്തു വന്ന് തുടങ്ങിയപ്പോഴാണ് ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച ആശങ്ക ഉയർന്നത്. ആ 7 നില കെട്ടിടത്തിന് താഴെ നിന്ന് വന്ന ഒരു തീപ്പൊരി കവർന്നത് നിറയെ സ്വപ്നങ്ങളുമായി കടൽ കടന്നെത്തിയ ഒരു കൂട്ടം മനുഷ്യരെയാണ്, അവരുടെ സ്വപ്നങ്ങളെയാണ്. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അതൊരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്കാണെന്നറിയാതെ കണ്ണടച്ചവരാണിവർ. കുവൈത്തിലെ മലയാളിയുടെ നേതൃത്വത്തിലുള്ള കമ്പനിയിലെ വിവിധ വകുപ്പുകളിൽ ജോലിയെടുക്കുന്നവർ. കുവൈത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിലൊന്നിൽ ഇതുവരെ ഈ 49 ജീവനുകളെയാണ് തീ കവർന്നത്. ഇതിൽ 24 പേരാണ് മലയാളികൾ. പത്തനംതിട്ട സ്വദേശികളായിരുന്നു മരിച്ചവരിൽ കൂടുതൽ. വിവിധ ഫ്ളാറ്റുകളിലായി 195 ആളുകളായിരുന്നു അന്ന് കെട്ടിടത്തിലുണ്ടായിരുന്നത്. ഉറങ്ങിക്കിടക്കുന്നവർക്ക് പുറത്തിറങ്ങാനോ ഓടി രക്ഷപ്പെടാനോ കഴിയുന്നതിന് മുൻപായിരുന്നു അപകടം. കുവൈത്ത് അഗ്നിശമന സേന, ആഭ്യന്തര മന്ത്രാലയ സുരക്ഷാ ഉദ്യോഗസ്ഥർ എല്ലാവരും പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുകയും അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ പ്രാഥമിക ചികിത്സയ്ക്കായി സമീപത്തുള്ള അദാൻ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. അവിടെ നിന്നും വിവിധ ഹോസ്പിറ്റലുകളിലേക്ക് മാറ്റി ഇവർക്കൊക്കെ കൃത്യമായ ചികിത്സ ഉറപ്പാക്കി. ആഭ്യന്തരമന്ത്രി തന്നെ അപകടം നടന്ന സ്ഥലത്ത് നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. مع الأسف طمع أصحاب العقارات وهو اللي يؤدي إلى هالأمور هذه. وأنا الحين بكلم مدير البلدية من باكر، من الحين أنا أتكلم حق أصحاب العقارات كلها، من باكر أي مخالفة عقارية راح تنزال باكر الصبح. ഇന്ത്യൻ സ്ഥാനപതിയുടെ നേതൃത്വത്തിൽ എംബസി അധികൃതരും ഉണർന്ന് പ്രവർത്തിച്ചു. I'm very sad to tell you that several Indian nationals who were living there have died and several have been hospitalized. But the good news also is that those who have been hospitalized, most of them are stable and out of danger. So we hope for their very speedy recovery. But my condolences to the families of all those who have died. We are ascertaining full details, and I want to tell my Indian brothers and sisters that the embassy is fully there. We have established a 24/7 helpline to give information, whatever information we have, whatever updates we have from the hospital, to the families of those injured. കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങിയതോടെ കുവൈറ്റിലുള്ള മലയാളികളുടെ ഫോണുകളിലേക്ക് നിങ്ങൾ സുരക്ഷിതരാണല്ലോ എന്നറിയാനുള്ള ബന്ധുക്കളുടെ കോളുകളുടെ പ്രവാഹമായിരുന്നു. കുവൈറ്റിലെ 10 ലക്ഷത്തിലധികമുള്ള ഇന്ത്യക്കാരിൽ 6 ലക്ഷത്തോളം പേർ മലയാളികളാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. അതിനാൽ തന്നെ ആദ്യത്തെ ഓരോ മണിക്കൂറിലും കൂടുതൽ വസ്തുതകൾ അറിഞ്ഞു വരുമ്പോൾ തന്നെ
മലയാളികളുടെ നെഞ്ചിടിപ്പേറുകയായിരുന്നു. മലയാളി സാമൂഹിക സംഘടനാ പ്രതിനിധികൾ വിവരങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അപകടത്തിൽപ്പെട്ടവരെ തിരിച്ചറിയുന്നതിനും അവരുടെ ബന്ധുക്കളെ വിവരം അറിയിക്കുന്നതിനുമെല്ലാം ഒരു പരിധിവരെ ഈ പ്രവർത്തനങ്ങളും കൂടാതെ ഇന്ത്യൻ നഴ്സുമാരുടെ സാമീപ്യവും സഹായകരമായി. നാടിനെ നടുക്കിയ ഈ ദുരന്തത്തിൽ പെട്ടെന്നൊന്ന് പകച്ചു പോയെങ്കിലും വളരെ വേഗം തന്നെ കുവൈറ്റിലുള്ള പ്രവാസി സംഘടനകളും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം വളരെ വേഗം ഈ അപകടത്തിൽപ്പെട്ടവരുടെ രക്ഷയ്ക്കായി പാഞ്ഞെത്തുകയുണ്ടായി. സംഭവ സ്ഥലത്തും അതുപോലെ ആശുപത്രികളിലുമെല്ലാം തങ്ങളാൽ കഴിയുന്ന സേവനങ്ങളുമായി എല്ലാവരും രംഗത്തെത്തി. വോളണ്ടിയേഴ്സ് അവർ സ്വയമേവ ഈ ആശുപത്രിയോടും മറ്റും എത്തുകയാണ് ചെയ്തത്. സംഘടനകൾ അവരുടേതായ രീതിയിലെത്തി. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും, അവർക്ക് അവരുടെ ബന്ധുക്കളെ നാട്ടിൽ ബന്ധപ്പെടുന്നതിന്, അവരുടെ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നതിന്, മറ്റ് ഏതെങ്കിലും രീതിയിലുള്ള സഹായങ്ങൾ വേണ്ടവർക്ക് ആ സപ്പോർട്ടുകളെല്ലാമായിട്ട് അത്തരത്തിൽ വളരെ മാനുഷികമായ ഒരു സ്നേഹവായ്പിൻ്റെ ഒരു സഹവർത്തിത്വത്തിൻ്റെ ഒരു വലിയ മുഖം ഈ ദുരന്തമുഖത്ത് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. കുവൈറ്റിനെ നടുക്കിയൊരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതിനകത്ത് മരണപ്പെട്ടവരുടെ മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ അതിൽ ഏർപ്പെട്ടിരുന്നു. ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് ആ കാര്യത്തിൽ ഈ സംഘടനകൾ ഏറ്റെടുത്തിട്ടുള്ളത്. അവരുടെ മൃതശരീരങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുള്ള പേപ്പർ വർക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എംബസിയുടെ സഹായത്തോടുകൂടി ചെയ്യുന്നതിന് വേണ്ടി ഇന്നുൾപ്പെടെ എല്ലാ സംഘടനകളുടെയും നേതൃത്വത്തിലുള്ള വലിയൊരു പരിശ്രമം ഉണ്ടായി. എന്തായാലും ഈ ദുരന്തത്തിലാണെങ്കിൽ നമ്മൾ ആ നടുക്കത്തോടൊപ്പം തന്നെ ഇതിനു വേണ്ടുന്നുള്ള എല്ലാ മറ്റ് രക്ഷാപ്രവർത്തനങ്ങൾക്കും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് ഈ പ്രവാസ ലോകം ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഉടൻ തന്നെ കുവൈറ്റിലെത്തി. ജീവൻ നഷ്ടപ്പെട്ടവരുടെ ഭൗതിക ശരീരം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഏകോപനം അതിവേഗത്തിലാണ് നടത്തിയത്. കുവൈറ്റ് സർക്കാരും ഇന്ത്യൻ സർക്കാരും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ചു. കൂടാതെ പരിക്ക് പറ്റിയവരെ ഹോസ്പിറ്റലുകളിലെത്തി മന്ത്രി തന്നെ അവരെ ആശ്വസിപ്പിച്ചു. കുവൈറ്റ് സർക്കാർ വളരെ വേഗത്തിൽ നടപടികൾ പൂർത്തിയാക്കുന്നതിനുള്ള എല്ലാ പിന്തുണയും നൽകി. മരിച്ച 45 ആളുകളുടെയും ഭൗതിക ശരീരം ജൂൺ 14 രാവിലെ ഇന്ത്യയിലേക്ക് എത്തിച്ചു. എംബാമിംഗ് നടപടി കഴിഞ്ഞ് വ്യോമസേനയുടെ പ്രത്യേക വിമാനം അർദ്ധരാത്രിയാണ് അവരുമായി നാട്ടിലേക്ക് പറന്നത്. അവസാനം സ്വപ്നങ്ങൾ ബാക്കിയാക്കി അവർ തിരികെ മടങ്ങുകയാണ്, ഒരു പ്രവാസിയും ആഗ്രഹിക്കാത്ത തരത്തിൽ. എല്ലാവരും ഒത്തൊരുമയോടുകൂടി മുന്നിട്ടിറങ്ങിക്കൊണ്ട് നല്ല ഒരു മാതൃകാപരമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കുവൈത്തിലെ പ്രവാസി സംഘടനകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് ഗവൺമെൻറ് നടപ്പിലാക്കിയ സിസ്റ്റമാറ്റിക്കായ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ്. പിന്നെ ഈ പ്രവർത്തനത്തിന് മുന്നിട്ടുണ്ടായിരുന്നത് KMCCൻ്റെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് ഞാനും, അതുപോലെ തന്നെ പ്രസിഡന്റ് നാഷർ മഷൂർ തങ്ങൾ, ട്രഷറർ ആരിസ് വള്ളിവത്ത്, മറ്റ് KMCCയുടെ എല്ലാ നേതാക്കന്മാരും ഇതിന് പ്രവർത്തന രംഗത്ത് മുൻപന്തിയിലുണ്ടായിരുന്നു. എല്ലാ ഹോസ്പിറ്റലുകളും ഞങ്ങൾ ഗ്യാങ്ങായിട്ട് തിരിഞ്ഞ് പല ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട് പല ഹോസ്പിറ്റലുകൾക്ക് ഞങ്ങൾ ഓരോ ടീമുകളായിട്ട് ടീം വർക്കായിട്ട് എത്തിപ്പെടുകയും രോഗികൾക്ക് വേണ്ട സാന്ത്വന വാക്കുകളും അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളെല്ലാം നൽകാൻ ഞങ്ങൾക്ക് ഇതിനകം സാധിച്ചിട്ടുണ്ട്. അപകടത്തിൽ പരിക്ക് പറ്റിയവർക്ക് ഏറ്റവും നൂതനമായ ചികിത്സയാണ് ലഭിച്ചത്. പരിക്ക് പറ്റി ചികിത്സ തേടിയെത്തിയവരുടെ ജീവൻ രക്ഷിക്കുന്നതിൽ രാജ്യാന്തര തലത്തിൽ വളരെ ചിലവേറിയ ചികിത്സാ സൗകര്യമായ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി വളരെ ഗുണം ചെയ്തിട്ടുള്ളതായി ഇന്ത്യൻ നഴ്സസ് ഫെഡറേഷൻ ഓഫ് കുവൈറ്റ് പ്രതിനിധി ഷൈജു കൃഷ്ണൻ പറഞ്ഞു. ഈ ഇൻസിഡൻറ്റ് നടന്ന മംഗഫിന് വളരെ അടുത്തുള്ള ഹോസ്പിറ്റൽ അദാൻ ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമിക ചികിത്സയ്ക്കായിട്ട് എല്ലാവരും തന്നെ എത്തിച്ചേർന്നത് അദാൻ ഹോസ്പിറ്റലിലേക്കാണ്. അതിനുശേഷം അവിടുന്ന് റീജിയണൽ ഹോസ്പിറ്റലിലേക്ക് ഈ പേഷ്യൻസിനെല്ലാം ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്തുകൊണ്ടായത്. എടുത്തു പറയേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ ഏറ്റവും നല്ല ഒരു ചികിത്സാ രീതി ചികിത്സ തന്നെയാണ് നമ്മുടെ എല്ലാ പേഷ്യൻസിനും ലഭിച്ചിരിക്കുന്നത്. ഈ നൂതന ചികിത്സാ രീതിയായ ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലിലും തന്നെ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചികിത്സാ രീതി നമ്മുടെ എല്ലാ പേഷ്യൻസിനും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്.
കുവൈറ്റിലെ എല്ലാ റീജിയണൽ ഹോസ്പിറ്റലിലും ഇന്ത്യൻ നേഴ്സസിൻ്റെ സാന്നിധ്യം വളരെയധികം ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിയാനും അവരുടെ റിലേറ്റീവിനെ വിളിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഇന്ത്യൻ നേഴ്സസിന് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കുക, സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. അതിൽ വീഴ്ച വരുത്താതിരിക്കുക എന്നത് തന്നെയാണ് ഓരോ അപകടവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. വേദനാജനകമായ ഒരു സംഭവമായിരുന്നു അത് എൻ്റെ ഞെട്ടൽ പ്രവാസികളായ ഞങ്ങൾക്ക് അതിൽ നിന്ന് മുക്തരാകാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഞങ്ങൾക്ക് OICCക്ക് വളരെയധികം അഭിമാനമുണ്ട്. OICC മാത്രമല്ല, കുവൈറ്റിലെ എല്ലാ പ്രമുഖ മലയാളി അസോസിയേഷനും ഒരുമിച്ച് ഐക്യത്തോടെ ഒരമ്മ പെറ്റ മക്കളെ പോലെ ഈ പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് കുവൈറ്റിലെ സാമൂഹ്യ സാംസ്കാരിക നവോത്ഥാന മേഖലകളിലെ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ പ്രമുഖരെല്ലാവരും തന്നെ ഈ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ച് അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളുമായി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ തത്സമയ സ്ഥിതിവിവര കണക്കുകളും അവരുടെ ഇപ്പോഴത്തെ ആരോഗ്യ സംബന്ധമായ വിവരങ്ങളും ഹോസ്പിറ്റൽ സ്റ്റാഫുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ തന്നെ കുവൈറ്റിലെ ഒട്ടനവധി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുവൈത്തിൽ കെട്ടിടങ്ങളിലെ സുരക്ഷാ പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പൊതുമരാമത്ത് മന്ത്രിയുടെ നേതൃത്വത്തിലാണ് പ്രധാനമായും പരിശോധനകൾ പലയിടങ്ങളിലും നടക്കുന്നത്. വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുക്കുന്നുണ്ട്. അൽ മംഗഫ്, അൽ മഹബൂല, ഖൈത്താൻ, ജിലീബ് അൽ ഷിയൂഖ് എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടന്നത്. 189 കെട്ടിടങ്ങളിലെ ബേസ്മെന്റുകൾ ഇത്തരത്തിൽ അനധികൃതമായി താമസിച്ചവരെ ഒഴിപ്പിക്കുന്ന സാഹചര്യമാണ് പിന്നീടുണ്ടായത്. ഇതിൽ ഗുരുതര ലംഘനം കണ്ടെത്തിയ ഒരു കെട്ടിടത്തിലേക്കുള്ള വൈദ്യുത ബന്ധമുൾപ്പെടെ വിച്ഛേദിക്കാനും അധികൃതർ ഉത്തരവിട്ടു. കഴിഞ്ഞ 10 മാസങ്ങൾക്കിടെ രാജ്യത്തെ 568 കെട്ടിടങ്ങളിൽ ഗുരുതര ക്രമക്കേട് കണ്ടെത്തിയെന്നാണ് മുനിസിപ്പാലിറ്റി അറിയിക്കുന്നത്. കുവൈത്ത് തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കണക്കുകൾ മുനിസിപ്പാലിറ്റി പുറത്തുവിട്ടത്. അതോടൊപ്പം കുവൈത്തിലെ കെട്ടിടങ്ങളിലെ നിയമലംഘനങ്ങൾ പൊതുജനങ്ങൾക്ക് വിളിച്ചറിയിക്കുന്നതിനായി ഹോട്ട്ലൈൻ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബയും അറിയിച്ചു. അപകടത്തെ തുടർന്ന് മംഗഫ് പ്രദേശം സ്ഥിതി ചെയ്യുന്ന അൽ ഹമദിയ ഗവർണറേറ്റിലെ ഗവർണറെയും കുവൈത്ത് അമീർ മാറ്റി. ഇത്തരത്തിൽ ഇനിയൊരു അപകടം ഇത്തരത്തിൽ രാജ്യത്ത് ഉണ്ടാകരുത് എന്നത് ഉറപ്പാക്കുന്ന നടപടികളാണ് കുവൈറ്റിലെങ്ങും ഇപ്പോഴും പുരോഗമിക്കുന്നത്. ത്യാഗത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ച് മക്കയിൽ ഹജ്ജ് തീർത്ഥാടനത്തിന് തുടക്കമായിരിക്കുകയാണ്. 20 ലക്ഷത്തോളം തീർത്ഥാടകരാണ് തോളോട് തോൾ ചേർന്ന് കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുന്നത്. 1.25 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇന്ത്യയിൽ നിന്ന് ഇത്തവണ ഹജ്ജ് നിർവഹിക്കാൻ എത്തിയിരിക്കുന്നത്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞാൻ ഉത്തരം ചെയ്യുന്നു എന്ന് ഉറക്കെ ഉരുവിട്ടുകൊണ്ട്
180ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള 2 ദശലക്ഷത്തോളം വരുന്ന തീർത്ഥാടകർ ഹജ്ജ് കർമ്മങ്ങളിലാണ്. ഒരുമയുടെയും ഐക്യത്തിൻ്റെയും പ്രതീകമായ ഏറ്റവും വലിയ തീർത്ഥാടനം. ഉള്ളവനും ഇല്ലാത്തവനും കറുത്തവനും വെളുത്തവനും അറബിയും അനറബിയും ഒരേ വസ്ത്രം ധരിച്ച് ഒരേ മന്ത്രോച്ചാരണങ്ങളുമായി നിർവഹിക്കുന്ന കർമ്മമാണ് ഹജ്ജ്. തമ്പുകളുടെ നഗരമായ മീനായിൽ താമസിക്കുന്നതോടെ ആരംഭിക്കുന്ന കർമ്മം അറഫയിലും മുസ്ദലിഫയിലും മക്കയിലെ ഹറം പള്ളിയിലുമൊക്കെയായി 6 ദിവസം നീണ്ടു നിൽക്കും. വിപുലമായ സൗകര്യങ്ങളാണ് ഹാജിമാർക്കായി പുണ്യഭൂമിയിൽ ഒരുക്കിയിരിക്കുന്നത്. 20 ലക്ഷത്തോളം വരുന്ന തീർത്ഥാടകരുടെ സഹായത്തിനായി വിവിധ മന്ത്രാലയങ്ങൾക്ക് കീഴിൽ 1.25 ലക്ഷത്തോളം ജീവനക്കാരെയാണ് സൗദി ഗവൺമെന്റ് മക്കയിൽ വിന്യസിച്ചിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയിലും സുഗമമായി കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഇതിനോടകം ഭരണകൂടം ചെയ്തിട്ടുണ്ട്. The Kingdom of Saudi Arabia and the concerned Saudi authorities have made an elaborate set of arrangements in Mina, Arafat and Muzdalifah with an aim to enhance the safety and security of the pilgrims. We will be coordinating with the Saudi authorities in addressing any grievances of the pilgrims. We will establish 2 offices in Mina and 1 office in Arafat to take up any issues of the pilgrims with the concerned Saudi authorities. We hope and pray that all pilgrims will be able to complete their spiritual journey, their prayers safely, smoothly and successfully. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മീനായിലെ തമ്പുകളിൽ താമസം ആരംഭിച്ചതോടെ ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിച്ചു. ശനിയാഴ്ച ഹജ്ജിന്റെ ഏറ്റവും പ്രധാന കർമ്മമായ അറഫാ സംഗമം. അറഫാ സംഗമം പൂർത്തിയാക്കി രാത്രി മുസ്ദലിഫയിൽ കഴിയുന്ന തീർത്ഥാടകർ പിറ്റേ ദിവസം മുതൽ മീനായിലെ ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കും. ഞായറാഴ്ച രാവിലെ മീനായിലെത്തി തിരിച്ചെത്തി തീർത്ഥാടകർ ജംറകളിൽ കല്ലേറ് കർമ്മം ആരംഭിക്കുന്നു. ബലിപെരുന്നാൾ ദിവസം കൂടിയായ ഞായറാഴ്ച തീർത്ഥാടകർ മുടിയെടുക്കുക, ബലി നൽകുക, വിശുദ്ധ കഅബയെ പ്രദക്ഷിണം ചെയ്യുക എന്നീ കർമ്മങ്ങൾ നിർവഹിക്കുന്നു. മീനായിൽ താമസിച്ച് തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിലും തീർത്ഥാടകർ ജംറകളിൽ കല്ലേറ് കർമ്മം നിർവഹിക്കും. ബുധനാഴ്ചയോടെ എല്ലാ തീർത്ഥാടകരും കർമ്മങ്ങൾ പൂർത്തിയാക്കി മീനായിൽ നിന്ന് മടങ്ങും. ഇന്നത്തെ വെള്ളിയാഴ്ച നമുക്ക് വലിയ സന്തോഷമായി. കാരണം വലിയ ജനപങ്കാളിത്തം വലിയ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ ആൾക്കാർക്ക് വലിയ ഹജ്ജിന് മുമ്പുള്ള വെള്ളിയാഴ്ചയാണ്. അപ്പം ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷം തന്നെയായിരുന്നു. മുൻ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് വലിയ ജനങ്ങൾ ഒരുപാട് കൂടിയിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. പിന്നെ നല്ല രീതിയിലുള്ള സർവീസ്, അതായത് വോളണ്ടിയേഴ്സായിട്ടും അതുപോലെ തന്നെ ഈ സൗദി അറേബ്യയുടെ മറ്റാൾക്കാരുമൊക്കെ വലിയ സപ്പോർട്ടായിരുന്നു ആൾക്കാർക്ക്. അത് പള്ളിക്കകത്താണെങ്കിലും ശരി, പുറത്താണെങ്കിലും ഒക്കെ അവരെല്ലാ തരത്തിലുള്ള സപ്പോർട്ടും നമുക്ക് നൽകുന്നുണ്ട്. അത് എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാവില്ല. പിന്നെ എല്ലാം നമുക്ക് ഒരുക്കി തരുന്നുണ്ട്. ഈ ചൂട് മാത്രമേ നമുക്ക് പ്രശ്നമുള്ളൂ. ഈ 45 ഡിഗ്രി ചൂടിലുള്ള ഈ ഹജ്ജ് ഒരല്പം ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനെ ഓവർകം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ രാജ്യം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് വലിയ സന്തോഷം. ഇന്ത്യയിൽ നിന്ന് ഇത്തവണ 1.25 ലക്ഷം തീർത്ഥാടകരാണ് ഹജ്ജ് നിർവഹിക്കുന്നത്. ഇതിൽ 1,40,000 തീർത്ഥാടകർ ഹജ്ജ് കമ്മിറ്റി വഴിയും ബാക്കിയുള്ളവർ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും ഹജ്ജ് നിർവഹിക്കുന്നു. കേരളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി മാത്രം 18,000-ഓളം തീർത്ഥാടകർ ഹജ്ജിനെത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയും നിരവധി മലയാളികൾ ഹജ്ജിനെത്തിയിട്ടുണ്ട്. കരിപ്പൂർ, കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നായിരുന്നു ഈ വർഷം കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസുകൾ. ഇന്ന് വളരെയേറെ സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. കാരണം പുണ്യമാക്കപ്പെട്ട ഈ മാസത്തിലെ വളരെ പുണ്യകരമായ ഒരു ദിവസമാണ് വെള്ളി. അപ്പോൾ അതിന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് ഇന്ന് ഹറമിൽ തടിച്ചുകൂടിയിട്ടുള്ളത്. ഈ കഠിനമായ ചൂട് പോലും വകവയ്ക്കാതെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ നമ്മുടെ ദാഹം അകറ്റാൻ വേണ്ടി വെള്ളം വഴിയിലുടനീളം വിതരണം ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷവും ഉള്ള ദിവസമായിരുന്നു ഇന്ന്. ഇന്ത്യയിൽ നിന്നും മഹ്റം കൂടെയില്ലാതെ, അതായത് തനിച്ച് ഹജ്ജ് നിർവഹിക്കുന്ന വനിതകളുടെ എണ്ണം ഇത്തവണ 5000-ന് മുകളിലാണ്. ആദ്യമായാണ് സ്ത്രീകൾ മാത്രമായി ഇത്രയധികം തീർത്ഥാടകർ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിലെത്തുന്നത്. ഇതിൽ 3400-ഉം കേരളത്തിൽ നിന്നാണ്. വനിതാ തീർത്ഥാടകർക്ക് മാത്രമായി വിപുലമായ സൗകര്യങ്ങളാണ് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത്.
ഇവർക്ക് മാത്രമായി പ്രത്യേക ഹജ്ജ് വിമാന സർവീസുകൾ നടത്തി താമസിക്കാൻ പ്രത്യേക കെട്ടിടങ്ങളും യാത്ര ചെയ്യാൻ പ്രത്യേക ബസ്സുകളും ചികിത്സയ്ക്കായി പ്രത്യേകം ആരോഗ്യ കേന്ദ്രങ്ങളും ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കി. നമ്മൾ പെണ്ണുങ്ങൾ മാത്രം വന്ന വെച്ചാണിത്. നമുക്ക് ഇതിൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷം. അൽഹംദുലില്ലാ, ഈ പുണ്യഭൂമിയിൽ എത്താൻ പറ്റിയാൽ അൽഹംദുലില്ലാ വലിയ ഭാഗ്യം തന്നെയാണ്. നമ്മൾ പെണ്ണുങ്ങൾ മാത്രം വന്നതാണിത്. സന്തോഷത്തിൽ അൽഹംദുലില്ലാ ഇവിടെ എത്തി. റാഹത്തന്നെ എല്ലാ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമാണ്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ പരിചരണത്തിനായി 500-ലേറെ പേരാണ് ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ സൗദിയിൽ എത്തിയിരിക്കുന്നത്. ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും കോർഡിനേറ്റർമാരും ഉൾപ്പെടെയുള്ള കണക്കാണിത്. 170 ഡോക്ടർമാർ ഉൾപ്പെടെ 356 പേരാണ് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ആരോഗ്യ പരിചരണത്തിനായി മാത്രം ഇത്തവണ സൗദിയിൽ എത്തിയിരിക്കുന്നത്. മക്കയിൽ 3 ആശുപത്രികളും 16 ഡിസ്പെൻസറികളും മദീനയിൽ 1 ആശുപത്രിയും 2 ഡിസ്പെൻസറികളും ഇന്ത്യൻ ഹജ്ജ് മിഷൻ സജ്ജീകരിച്ചിട്ടുണ്ട്. ലബോറട്ടറിയും 500ഓളം ഇനം മരുന്നുകളുള്ള ഫാർമസിയും ഉൾപ്പെടെ വിപുലമായ സംവിധാനങ്ങളുണ്ട്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സൈക്കാട്രിക്, ഡെന്റൽ വിഭാഗങ്ങൾ കൂടി ഇത്തവണ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിടപ്പ് രോഗികളായ തീർത്ഥാടകരെ ഹജ്ജിന് ശേഷം സ്ട്രെച്ചറിൽ ഡോക്ടർമാരുടെ കൂടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട്. ചികിത്സയിൽ കഴിയുന്ന തീർത്ഥാടകരെ ആംബുലൻസുകളിൽ അറഫയിൽ എത്തിക്കാനുള്ള സംവിധാനവും ഇന്ത്യൻ ഹജ്ജ് മിഷൻ ചെയ്തിട്ടുണ്ട്. I am Athar Mahmood, medical in charge, posted here as a medical in charge from Consulate Journal of India. This year in Hajj 2024, we have equipped with 14 dispensaries in Makkah Mukarrama and 3 medical centers. 3 medical centers, first medical center is 40-bedded medical center, that is for male and females. And we have all the facilities in our medical center. We have X-ray facility, we have laboratory. In laboratory, we are doing CBC, LFT, KFT, FBS, and all the basic requirements of Hajis. ശക്തമായ ചൂടാണ് ഇത്തവണ തീർത്ഥാടകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. 48 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് മക്കയിൽ അനുഭവപ്പെടുന്ന ചൂട്. തീർത്ഥാടകർ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയവും ഇന്ത്യൻ ഹജ്ജ് മിഷനുമെല്ലാം തീർത്ഥാടകരെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വിശ്രമിക്കുക, കുട ഉപയോഗിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ തീർത്ഥാടകർക്ക് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി എത്തിയ എല്ലാ തീർത്ഥാടകരും ഈ വർഷം മിനയുടെ പരമ്പരാഗത അതിർത്തിക്കുള്ളിൽ താമസിക്കും. ഇതാദ്യമായാണ് എല്ലാ തീർത്ഥാടകർക്കും ഈ സൗകര്യം ലഭിക്കുന്നത്. എന്നാൽ സ്വകാര്യ ഗ്രൂപ്പുകളിൽ എത്തിയ തീർത്ഥാടകരിൽ ഭൂരിഭാഗവും മീനായുടെ പരമ്പരാഗത അതിർത്തിക്ക് അപ്പുറത്ത് ന്യൂ മീനായിലാണ് താമസിക്കുന്നത്. അതിർത്തിക്ക് പുറത്തുള്ളവർ കല്ലേറ് കർമ്മത്തിനായി മീനായിലെ ജംറയിലേക്ക് അല്പം കൂടുതൽ നടക്കേണ്ടി വരും. അല്ലെങ്കിൽ മജായർ മെട്രോ സർവീസ് ഉപയോഗിക്കണം. ഹജ്ജിൽ എത്തിയ പാട് തോന്നിയ ഭയങ്കര സന്തോഷമാണ്. ഇവിടത്തേക്ക് വരാൻ കഴിഞ്ഞതിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ചെയ്തിട്ട് പിന്നെ സന്തോഷമായിട്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷവും മക്കയിൽ ഹജ്ജ് സേവനത്തിനായി മുന്നോട്ട് വന്നിരിക്കുന്നത് 10,000-കണക്കിന് മലയാളികളാണ്. KMCC, ICF, ROC, OICC, നവോദയ, തനിമ, വിഖായ തുടങ്ങിയ പല കൂട്ടായ്മകൾക്ക് കീഴിലാണ് ഇവർ സേവനം നടത്തുന്നത്. നമുക്കറിയാം, ഹാജിമാർക്ക് വേണ്ടി ഭക്ഷണം നൽകിക്കൊണ്ടും അവരെ റൂമിലെത്തിക്കുന്നതിനും അതുപോലെ ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും അവർക്ക് സൗകര്യപ്രദമായ രീതിയിൽ നിർവഹിക്കുവാനുള്ള അറിവും അതുപോലെ അതിനുവേണ്ട വഴിയൊരുക്കുന്ന KMCC എന്നും ഹാജിമാരുടെ സ്നേഹവും ബഹുമാനവും അതുപോലെ അംഗീകാരവും നേടിയെടുത്ത ഒരു സാഹചര്യമാണുള്ളത്. നമുക്കറിയാം, KMCCയുടെ പ്രവർത്തകർ ജിദ്ദയിൽ നിന്നും അതുപോലെ മക്ക KMCC അങ്ങനെ സൗദിയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഒരു സദ്യപത്തിനായി വളരെ ആത്മാർത്ഥത കൂടി സേവന സന്നദ്ധരായി എത്തിച്ചേരുമ്പോൾ നമ്മുടെ ഹജ്ജിനെത്തുന്ന ഓരോ ഹാജിമാർക്കും അത് വലിയ അനുഗ്രഹവും ആശ്വാസവുമാണ്. ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർ സൗദിയിൽ എത്തിയത് മുതൽ ആരംഭിക്കുന്ന സേവനം അവസാന ഹാജി തിരിച്ചു പോകുന്നതുവരെ ഇവർ തുടരും. തീർത്ഥാടകർക്ക് ഭക്ഷണം വിതരണം ചെയ്യുക, രോഗികളെ ആശുപത്രികളിൽ എത്തിക്കുക, അവരെ കർമ്മങ്ങൾ നിർവഹിക്കാൻ സഹായിക്കുക തുടങ്ങിയവ ഈ സന്നദ്ധ പ്രവർത്തകർ ചെയ്യുന്ന സേവനങ്ങളാണ്.
അറേബ്യ ദിസ് വീക്കിൻ്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.